ഒരു പദം പിരിച്ച് ചേർത്തെഴുതുമ്പോൾ എന്ത് ചെയ്യാണ്? ഒരു വർണ്ണം പോയിട്ട് മറ്റൊരു വർണ്ണം വന്നു ചേരുന്നതാണ് എന്ത്? ആദേശസന്ധി. അതായത് ഒരു പദത്തിനെ പിരിച്ച് ചേർത്തെഴുതുമ്പോൾ ഒരു വർണ്ണം പോയിട്ട് മറ്റൊരു വർണ്ണം വന്നു ചേരുന്നതാണ് എന്ത്? ആദേശസന്ധി എന്ന് പറയുന്നത്. എന്നാൽ ആഗമസന്ധി എന്തായിരുന്നു പറഞ്ഞത്? ഒരു പദം പിരിച്ച് ചേർത്തെഴുതുമ്പോൾ ഈ വ എന്നീ വർണ്ണത്തിലേതെങ്കിലും ഒന്ന് ആഗമിക്കുന്നു. അത് ആഗമസന്ധിയാണ്. റൂൾ 2 എന്താ പറഞ്ഞത്? കരി, മല, മാമുള, പൂപുളി, പൈമ്പന ഇവയിൽ ഏതെങ്കിലും ഒരു പദത്തിൽ ആരംഭിക്കുകയും ചേർത്തെഴുതുമ്പോൾ ങ്ക, ഞ്ച, ന്ത, മ്പ എന്നീ അക്ഷരങ്ങൾ വരികയും ചെയ്യുന്നതാണ് എന്ത്? ആഗമസന്ധി എന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ ഇതിലും ഒരുപാട് റൂളുകളുണ്ട്. ആദ്യത്തെ റൂളാണ് നോക്കാൻ പോകുന്നത്. സോ റൂൾ 1 ആണ് നമ്മൾ നോക്കുന്നത്. അതായത് നമുക്കറിയാം, ഒരു പൂർവ്വപദമുണ്ട്, ഒരു ഉത്തരപദമുണ്ട് അല്ലേ? അതായത് ഒരു പദത്തിന് എന്തുണ്ട്? ഒരു പൂർവ്വപദമുണ്ട്, ആദ്യത്തെ പദവും ഉണ്ടാവും, അവസാനത്തെ പദവും ഉണ്ടാവും. അപ്പോൾ നമുക്ക് നോക്കാം. പൂർവ്വപദത്തിൽ ആദ്യത്തെ റൂൾ എന്ന് പറഞ്ഞാൽ പൂർവ്വപദത്തിൽ അസ്വാരത്തിന് ശേഷം അം സമുച്ചയ നിപാതമായി വന്നാൽ, അം എന്ന അക്ഷരത്തിന് സമുച്ചയ നിപാതമായി എന്ത് വന്നാൽ? വന്നാൽ വ് എന്ന കാരം എന്ത് ചെയ്യും? എന്ന കാരം ആദേശം ചെയ്യും. ഓക്കെ, ഒരു ഉദാഹരണം നമുക്ക് നോക്കാം. സമയം. ഓക്കെ, സമയം. ഇതിൽ പൂർവ്വപദത്തിൽ അസ്വാരത്തിന് ശേഷം അം. ഓക്കെ, ഇവിടെ ആണല്ലേ. ഇതിന് സമുച്ചയ നിപാതമായി വന്നാൽ നമ്മളതെന്താ വായിക്കുക? സമയവും അല്ലേ? സമയവും. അപ്പോൾ ഇവിടെ എന്താ വന്നിരിക്കുന്നത്? വ് എന്ന കാരമാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതെന്താണ്? ആദേശസന്ധിയാണ്. വ് എന്നത് ഇവിടെ എന്ത് ചെയ്തിരിക്കുകയാണ്? ആദേശം ചെയ്തിരിക്കുകയാണ്. അടുത്തത് കാലം പ്ലസ് ഇവിടെ അതിന് പകരം എന്ത് വന്നാൽ? വന്നാൽ അതെന്താ വായിക്കുക? കാലവും അല്ലേ? സോ ഇവിടെ എന്താ വന്നിരിക്കുന്നത്? വ്. അടുത്തത് കുലം. അതിൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ കുലവും. സോ ഇവിടെ എന്താ വന്നിരിക്കുന്നത്? വ്. ഇവിടെ എന്താ വന്നിരിക്കുന്നത്? വ് ആണ് വന്നിരിക്കുന്നത്. ഇനി അടുത്തൊരു റൂളാണ് റൂൾ 2 എന്ന് നമുക്ക് പറയാം. അതായത് അനുസ്വാരത്തിന് ശേഷം സ്വരം വന്നാൽ മ അല്ലെങ്കിൽ വ് എന്ത് ചെയ്യും? ആദേശം ചെയ്യും. ഉദാഹരണം നോക്കാം. വരും,
വരും അല്ലേ? പ്ലസ് ഓളം. ഓക്കെ, അതെന്താണ്? ഓ എന്ന് പറഞ്ഞാൽ അത് സ്വരത്തിൽ വരുന്നതാണല്ലേ. വരുവോളം, വരുവോളം. അപ്പോൾ ഇവിടെ ഏതാ ആദേശം ചെയ്തിരിക്കുന്നത്? വ്. അടുത്തത് കടം പ്ലസ് ഇല്ല. കടം പ്ലസ് ഇല്ല. ഇവിടെ ഈ എന്താണ്? സ്വരമാണ് അല്ലേ. സ്വാനുസ്വാരത്തിന് ശേഷം വന്നു കഴിഞ്ഞാൽ കടമില്ല, കടമില്ല. മ എന്നതാണ് ഇവിടെ എന്തിരുന്നത്? ആദേശം ചെയ്തിരിക്കുന്നത്. അടുത്തത് കലം പ്ലസ് അറ. ഇവിടെ എന്താ? കലം പ്ലസ് അറ, കലവറ അല്ലേ? കലവറ. ഇവിടെ എന്താ വന്നിരിക്കുന്നത്? വ് ആണ് വന്നിരിക്കുന്നത്. അടുത്തത് പണം പ്ലസ് ഉണ്ട്. പണമുണ്ട്, പണമുണ്ട്. ഇവിടെ എന്താ ആദേശം ചെയ്തത്? മ. ഓക്കെ. അടുത്തത് നിലം പ്ലസ് അറ. ഇതൊക്കെ സ്വരങ്ങളാണല്ലേ. ഇതെന്താ വായിക്കുക? നിലവറ. സോ ഇവിടെ എന്താ വന്നിരിക്കുന്നത്? വ് ആണ് വന്നിരിക്കുന്നത്. ഇനി താളം പ്ലസ് അയഞ്ഞു. താളമയഞ്ഞു, താളമയഞ്ഞു. ഇവിടെ എന്താ വന്നിരിക്കുന്നത്? മ ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്കടുത്ത റൂൾ 3 നോക്കാം. റൂൾ 3, അനുസ്വാരത്തിന് ശേഷം വിഭക്തി പ്രത്യയം വന്നാൽ, വിഭക്തി പ്രത്യയം വന്നാൽ ത് ആദേശം ചെയ്യും. ഏതാണ്? ത് ആദേശം ചെയ്യും. ഓക്കെ, സോ ഏതൊക്കെയാണ് വിഭക്തി പ്രത്യയങ്ങൾ എന്ന് പറഞ്ഞാൽ? വിഭക്തി പ്രത്യയങ്ങൾ ഏതാ? വിഭക്തി പ്രത്യയങ്ങൾ ഏതൊക്കെയാണ്? ഓട്, എയോട്, ക്, ന്, പിന്നെ ആൽ, പിന്നെ ഏതാ? ൻ്റെ, ഉടേ, ഉൽ. ഇതൊക്കെയാണ് എന്ത്? വിഭക്തി പ്രത്യയങ്ങൾ എന്ന് പറഞ്ഞാൽ. അപ്പം നോക്കാം. പണം പ്ലസ് ഓട്. അപ്പോൾ ഇവിടെ എന്ത് ഇരട്ടിക്കുന്ന പറഞ്ഞത്? ത്. എന്ത് വരുന്ന പറഞ്ഞത്? എന്ത് ആദേശം ചെയ്യുന്നതാണത്? ത് വരുന്നതാണ്. അപ്പം പണത്തോട്, പണത്തോട്. ഇവിടെ എന്താ വന്നത്? ത് അല്ലേ. ഇനി തുലാം പ്ലസ് ഇൽ. തുലാത്തിൽ, തുലാത്തിൽ. ഇവിടെ എന്തിനാണ് വന്നത്? ത് അല്ലേ. ഇനി പരിഭ്രമം അധികം ഓട്. പരിഭ്രമത്തോടെ, പരിഭ്രമത്തോടെ. ഇവിടെ എന്തിനാണ് വന്നിരിക്കുന്നത്? ത് ആണ് വന്നത്. അടുത്തത് മീനം പ്ലസ് ഇൽ. മീനത്തിൽ അല്ലേ. ഇതൊക്കെ എന്താണ്? ആദേശത്തിൽ വരുന്നതാണ്, ആദേശത്തിൽ വരുന്നതാണ്. ഇനി അടുത്ത റൂൾ നോക്കാം. റൂൾ നമ്പർ 4. റൂൾ നമ്പർ 4, അനുസ്വാരത്തിന്
അനുസ്വാരത്തിന് ശേഷം വർഗാക്ഷരങ്ങൾ. ഏതാ വർഗാക്ഷരങ്ങൾ? വർഗാക്ഷരങ്ങൾ എന്ന് പറഞ്ഞാൽ കാ മുതൽ മാ വരെ ആണ് എന്ത് വർഗാക്ഷരങ്ങൾ എന്ന് പറഞ്ഞാൽ. വർഗാക്ഷരങ്ങൾ വന്നാൽ അതത് വർഗാക്ഷരങ്ങളുടെ അനുനാസികാക്ഷരം ആദേശം ചെയ്യും. സോ നമ്മൾ കാ മുതൽ മാ വരെയുള്ളയുടെ സന്ധി പഠന സമയത്ത് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അല്ലേ? ഏതൊക്കെയാണ്? ക വർഗം നമ്മൾ എന്തുകൊണ്ടാണ് പറയുക? ഖണ്ഡം കൊണ്ടാണ് പറയുക അല്ലേ? ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക? എന്തുകൊണ്ടാണ് പറയുക? നാവ് കൊണ്ടാണ് പറയുക അല്ലേ? ഠ എന്നൊക്കെ പറയുമ്പോൾ ഒരു കഠിനമായ ഇതാണ്. അത് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ മൂർധന്യത്തിൽ തട്ടുന്ന പോലെയാണ് നമുക്ക് തോന്നുക. സോ അതിനെ മൂർധന്യം എന്ന് പറയുന്നു. ഥ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറഞ്ഞാൽ ദന്ത്യം, അതായത് പല്ലുകൊണ്ടാണ് പറയുന്നത് അല്ലേ? ഥ ഥ രണ്ട് പല്ലുകൾ തമ്മിൽ കൂട്ടിമുട്ടുന്നുണ്ട് അല്ലേ? ഇനി ഫ എന്ന് പറയുന്നത് എന്താണ്? ഓഷ്ടിയാണ്. ഫ ഫ ഭ ഭ മ മൂക്കിൻ്റെ ആ ഭാഗമായിട്ടാണ് വരുന്നത് അല്ലേ? സോ ഇവിടെ നോക്കിയേ, കായുടെ അനുനാസികം എന്ന് പറയുന്നത് ങായാണ്, ചായുടേത് ഞായാണ്, ടായുടേത് നായാണ്, തായുടേത് നായാണ്, പായുടേത് മായാണ് അല്ലേ? സോ ഇതാണ് നമുക്കിന്ന് പറയാനുള്ളത്. അടുത്ത റൂളിൽ നമ്മൾ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് റൂൾ നമ്പർ 4 പറഞ്ഞത് അനുസ്വാരത്തിന് ശേഷം വർഗാക്ഷരങ്ങൾ വന്നു കഴിഞ്ഞാൽ അതത് വർഗാക്ഷരങ്ങളുടെ അനുനാസികാക്ഷരം ആദേശം ചെയ്യും. ഉദാഹരണം നോക്കാം. മരം പ്ലസ് ചാടി. ഇപ്പം ചായയുടെ അനുനാസികം എന്ന് പറഞ്ഞാൽ ഏതാണ്? ഞായാണ് അല്ലേ? അപ്പം ഞായും ഷായും കൂടെ ചേർന്നിട്ട് എന്തായി? ജ ആയി അല്ലേ? ഞായും, അതായത് ഞ എന്ത് ചെയ്യുന്നതാണ്? ആദേശം ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പം മരഞ്ചാടി എന്ന് പറയുമ്പോൾ ച അല്ലേ? ചായും ഞയും കൂടെ ചേർന്നാൽ എന്താകുമെന്ന് അറിയാം? ജ ആവും. അപ്പം എന്ത് കിട്ടും? മരഞ്ചാടി. ഓക്കെ, അടുത്തത് ചെം പ്ലസ് താമര. അതെങ്ങനെയാണ് വരിക? ത പ്ലസ് തായുടെ അനുനാസിക എന്താ വരിക? നായാണ് അല്ലേ? തായും ന പ്ലസ് അധികം ന കൂടെ ചേർന്ന് കഴിഞ്ഞാൽ എന്താ വരിക? ദായാണ് വരിക. സോ ചെന്താമര. അടുത്തത് കടം പ്ലസ് കഥ അല്ലേ? അപ്പം അതിങ്ങനെയാണ് വരുന്നത്? കാ പ്ലസ് ങ്, അതായത് ഇങ്ക അല്ലേ? അപ്പം എന്താ വരിക? കടങ്കഥ. പെരും പ്ലസ് തച്ചൻ. ഇവിടെ എന്തൊക്കെയാണ്? താ പ്ലസ് ന്ന്, അതെന്തായിട്ട് മാറും? എന്തായിട്ട് മാറും. അപ്പം എന്താ വരിക? പെരുന്തച്ചൻ. എന്താണ്? പെരുന്തച്ചൻ അല്ലേ? ഇനി പരം പ്ലസ് പര. പ പ്ലസ് മ എന്താ വരിക? പ പ്ലസ് മ എന്താ വരിക? mbà. എന്താ വരിക? mbà. സോ പരമ്പര. എന്താ വരിക? പരമ്പര. അടുത്തത് ചെം പ്ലസ് പട്ട്, അതായത് പ പ്ലസ് മ എന്താ വരിക? mbà. ചെമ്പട്ട്.
ഓക്കെ, ഇനി അടുത്ത റൂളിലേക്കാണ് പോകുന്നത്. റൂൾ നമ്പർ 5. റൂൾ നമ്പർ 5 ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പല പ്രാവശ്യം ചോദിച്ചതാണ്. സോ ശ്രദ്ധിക്കുക. പൂർവപദത്തിൻ്റെ അവസാനം ചില്ലക്ഷരം വരുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുക? ഇൽ ആണെങ്കിൽ, ഇൽ പ്ലസ് ത ആണെങ്കിൽ അതെന്തായിട്ട് മാറും? ട ആയിട്ട് മാറും. ഇൾ പ്ലസ് ത ആണെങ്കിൽ ട ആയിട്ട് മാറും. എൽ പ്ലസ് മായാണെങ്കിൽ മ ആയിട്ട് മാറും. സോ ഇത് 3 ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചേക്കുക. എൽ പ്ലസ് തായാണെങ്കിൽ ട, എൽ പ്ലസ് ത ആണെങ്കിൽ ട, എൽ പ്ലസ് മായാണെങ്കിൽ മ. അപ്പോൾ ഇവിടെ നോക്കിയേ, എക്സാമ്പിള് അകൽ പ്ലസ് തി. ഇവിടെ എന്താ വന്നത്? എൽ പ്ലസ് ത. ഇതെന്താ ആവുക? ട. നമുക്കിവിടെ എന്ത് കിട്ടും? അകറ്റി. എന്താ കിട്ടുക? അകറ്റി. അടുത്തത് കേൾ പ്ലസ് തു. ഇവിടെ എന്താ വന്നത്? എൽ പ്ലസ് തു ആണ് വന്നത്. അതെന്താണ്? ട ആണ് വരിക. ഇവിടെ എന്താ നമുക്ക് കിട്ടാം? കേട്ടു. അടുത്തത് നൽ പ്ലസ് മ. ഇവിടെ എന്താ? അത് എൽ പ്ലസ് മായാണ്, അത് മ എന്നാണ് പറയുക. അതാണ് ഇവിടെ നമുക്ക് എന്ത് കിട്ടുന്നത്? നന്മ അല്ലേ? അടുത്തത് മേൽ പ്ലസ് മ. സെയിം തന്നെ, എൽ പ്ലസ് മ എന്താണ്? മ. എന്താണ്? മേന്മ. ഓക്കെ, ഇനി അടുത്തത് വേൾ അധികം തു അല്ലേ? വേൾ അധികം തു എന്താണ്? എൽ പ്ലസ് തു. എന്താ മാറുക? ടായാണ്. ഇപ്പം എന്താ വരിക? വേട്ടു അല്ലേ? വിൽ പ്ലസ് തു, എൽ പ്ലസ് തു എന്താ വരിക? ടാ ആണ് വരിക. സോറി, താ എന്താ വരിക? ടായാണ് വരിക. അതെന്താണ് വരിക? വിറ്റു. ഓക്കെ, ഇനി എൻ പ്ലസ് പ എന്തായിട്ട് മാറും? ബ ആയിട്ട് മാറും അല്ലേ? എൽ പ്ലസ് മ എന്തായിട്ട് മാറും? മ. അടുത്ത റൂൾ 6. ഒരൊറ്റന്നേ ഉള്ളൂ. എൽ പ്ലസ് മ എന്തായിട്ട് മാറും? എൻ പ്ലസ് മ ആയിട്ട് മാറും. എൽ പ്ലസ് മ. അതായത് ഇത് 3 പഠിക്കാനുള്ളൂ. വെൺ പ്ലസ് മ, വെണ്മ. അതായത് വെൽ പ്ലസ് മ, അതും എന്തുതന്നെയാണ്? വെണ്മ തന്നെയാണ്. ഉൾ പ്ലസ് മ എന്താണ്? ഉണ്മ. അതായത് എൽ പ്ലസ് മ ഈസ് ഈക്വൽ ടു എൻ പ്ലസ് മ. ഇത്രയൊന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ, അടുത്തതായിട്ട് റൂൾ നമ്പർ 7. റൂൾ നമ്പർ 7 എന്താ പറയുന്നത്? കൾ എന്ന
ബഹുവചന പ്രത്യയം വന്നാൽ അതെന്താവും? ങ വരുന്നു. എന്താ വരുന്നത്? ങ വരുന്നു. അതായത് മരം പ്ലസ് കൾ, മരം പ്ലസ് കൾ എന്തായിട്ട് മാറും? മരങ്ങൾ എന്നല്ലല്ലോ, മരങ്ങൾ. എന്താണ്? മരങ്ങൾ. നിൻ പ്ലസ് കൾ, നിൻ പ്ലസ് കൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ. താൻ പ്ലസ് കൾ എന്തായിട്ട് മാറും? പക്ഷെ ഇവിടെ താങ്കൾ. എന്താണ്? താങ്കൾ. ഓക്കെ. പെൺ പ്ലസ് കൾ എന്തായിട്ട് മാറും? പെൺകൾ. ഇതൊക്കെ എക്സെപ്ഷണൽ കേസുകളാണ്. പെങ്ങൾ. ഓക്കെ. നിൻ പ്ലസ് കൾ നിങ്ങൾ. ഓക്കെ.